ഹായ് ഫ്രണ്ട്സ്, സായിഫബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ടേസ്റ്റിയായ ഒരു അടിപൊളി ബുഹാരി റൈസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് അതിനെന്തൊക്കെയെന്ന് വേണ്ടെന്ന് നോക്കാം. അരിച്ചോറ് ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചോറാണ്. നമുക്കൊന്ന് നോക്കാം അതിനെന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. പിന്നെ ഒരു 3-4 തക്കാളി പഴുത്തത് ഇതുപോലെ കട്ട് ചെയ്തത്, പിന്നെ വലിയ ഉള്ളി ചെറിയൊരു വെള്ളുള്ളി എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തത്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, ഒരു 10-15 ഉള്ളി വെളുത്തുള്ളി ചതച്ചെടുത്തത്, പിന്നെ കറിവേപ്പില ഒരു 2-3 തണ്ട് കറിവേപ്പില, അതേപോലെ പട്ട, ഏലക്ക, കറാമ്പൂവ് ഇത്ര മതി കേട്ടോ. ഒരു 2-3-4 എണ്ണം വെച്ചെടുത്താൽ മതി. അതേപോലെ മല്ലിച്ചപ്പ്, ഞങ്ങളവിടെ നിന്ന് മല്ലിച്ചപ്പ് എന്ന് പറയും ഇലക്ക്. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്താ പറയാന്നറിയില്ല കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഇനി നമ്മൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു കുക്കർ ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. എൻ്റെ എണ്ണ ഒഴിക്കാം, നെയ്യൊക്കെ ഒഴിക്കാം കേട്ടോ. ഞങ്ങളിന്ന് വെളിച്ചെണ്ണ ഒഴിച്ചത്. അതുപോലെ നമ്മൾ കട്ട് ചെയ്ത ഉള്ളി ഇതിലേക്ക് ഇടുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ആ ഏലക്ക ഉണ്ട്, അത് ഇതിലേക്ക് ഇടുക. നമ്മൾ എടുത്ത് വെച്ച ഏലക്ക, അതേപോലെ പട്ട, കടുക് അതൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഇളക്കുക. നല്ല പോലെ ഇനി വഴറ്റിയെടുക്കാം. നമുക്ക് പൊടികളൊക്കെ ഇടാം. 1/2 സ്പൂണ് മല്ലിപ്പൊടി ഇടാം. പച്ചമുളക് നമ്മൾ ഇട്ടത് കൊണ്ട് നമുക്ക് 1/2 സ്പൂണ് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് എരിവ് കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ടേ കുറഞ്ഞ എരിവാണ്. നമ്മൾ എരിവിനനുസരിച്ച് ഇടാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. എന്നിട്ട് സിമ്മിൽ വെച്ചിട്ട് നല്ല പോലെ പച്ചമണം മാറുന്നത് വരെ സിമ്മിൽ വെച്ചിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കുക. എടുത്ത് വെച്ച തക്കാളിയും കൂടെ ഇതിലേക്ക് ഇടുക. ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇനി ഒരു ലേശം വിനാഗിരിയും കൂടെ ഒഴിക്കണം. ഇളന്നെടുക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം. അതേപോലെ ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. നല്ല പോലെ വെള്ളം തിളക്കുന്നുണ്ട്. കുറച്ച് വെള്ളം വെച്ചാലും ശരിയാവും. അപ്പം ഇനി വെള്ളം നല്ല പോലെ തിളച്ചു. ഇനി അരി ഇടുന്നുണ്ട്. അരിയെല്ലാം ഇട്ട് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വെക്കുക. 2 വിസിലടിച്ചിട്ട് നമുക്ക് ഓഫാക്കി വെക്കാം. നമ്മളെ ബുഹാരി ചോറ് റെഡി ആയിട്ടുണ്ട്. എന്താ മണമൊക്കെ വരുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ കമൻ്റായി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.